ഹലോ മക്കളെ, ഇന്ന് ഞാനൊരു വാട്ട് ഐ ഈറ്റ് ഇൻ മൈ ഡേ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് ചേട്ടൻ 10 ദിവസത്തേക്ക് ലീവിന് വന്നപ്പോൾ ഫുള്ള് ട്രാവലിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു ദിവസത്തെ ഫുഡിൻ്റെ മെനു എന്തായാലും ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ വാഴാലിക്കാവ് പോണ വഴിക്ക് ശ്രീ പത്മനാഭത്തിൽ കയറിയിട്ടാണ്. ശ്രീ പത്മനാഭത്തിലെ മസാല ദോശ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടുത്തെ മസാല ദോശ റോസ്റ്റ് അവിടുത്തെ ചായക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മസാല ദോശ അവിടെ വെറൈറ്റി മസാല ദോശകളുണ്ടായിരുന്നു കേട്ടോ. കാഞ്ചീപുരം മസാല ദോശ, മൈസൂർ മസാല ദോശ, അങ്ങനെ നമ്മൾ നോർമലാണ് വാങ്ങിച്ചത്. അതന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉഴുന്നുവട നമ്മൾ ചെല്ലുമ്പോഴേക്കും കഴിഞ്ഞു. പിന്നെ കാപ്പി ഓർഡർ ചെയ്തു. മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടുത്തെ മസാല ദോശ, സാമ്പാറും ചമ്മന്തിയും ചട്നിയും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. നമുക്ക് നോൺ കഴിക്കാൻ പറ്റില്ല, കാരണം വാഴാലിക്കാവിലേക്ക് പോകണം. പിന്നെ അത് കഴിഞ്ഞാൽ വൈകിട്ട് ആഡിയോയ്ക്ക് പോകണം, മൈസൂർ പോകണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 5:30 നേരത്ത്. അപ്പോൾ നമ്മൾ ഫുള്ള് വെജിറ്റേറിയൻ അല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഉച്ചവരെ വെജിറ്റേറിയനാണ് കേട്ടോ നമ്മൾ കഴിച്ചേക്കണത്. അപ്പോൾ ചേട്ടന് ഒരു പ്രത്യേകത ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചേട്ടൻ കുറച്ച് നാൾ വണ്ടി ഓടിച്ചിരുന്നു. അപ്പോൾ ചേട്ടൻ കഴിച്ചിട്ടുള്ള നല്ല സ്പോട്ടുകൾ, ഫുഡ് സ്പോട്ടുകൾ എവിടെയാണെന്നൊക്കെ ചേട്ടന് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് ഞങ്ങൾക്ക് വാങ്ങിച്ച് തരിക, ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കുക എന്നൊക്കെ പറയുന്നത് ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അത് കാരണം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ചേട്ടൻ നോക്കി ഏത് കടകളിലാണ് നല്ല ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ വണ്ടി നിർത്തി വാങ്ങിച്ച് തരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് പോന്നു. അങ്ങനെ നമ്മൾ ഉച്ചയായപ്പോൾ മൈസൂർക്ക് പോണ വഴിയിൽ തമിഴ്നാട് A-B എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്, തൊട്ടപ്പുറത്ത് KFC ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. നിങ്ങളിനി ആദിയോഗി പോകുമ്പോൾ നിങ്ങൾ കയറിക്കോ, മസ്റ്റായിട്ട് കയറിക്കോ. നമ്മളെപ്പോൾ കടയിൽ പോയാലും ഫ്രൈഡ് റൈസ്, ബിരിയാണി വിട്ടിട്ടുള്ള കളിയില്ലല്ലോ. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ഫുഡ് കഴിച്ച് നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി ഫുഡല്ലേ. തമിഴ്നാട്ടിലെ താലി മീൽസാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ പാത്രത്തിൽ കുറച്ചായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതേ ഒരു പാത്രത്തിൽ തൈര് സാദം ഉണ്ടായിരുന്നു, സാമ്പാർ സാദം, പിന്നെ നമ്മുടെ ലെമൺ റൈസ്. അപ്പോൾ ഇതാണ് തൈര് സാദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഭാരതിലെ തൈര് സാദം ഞാൻ കഴിച്ചിട്ടുണ്ട്, തൈര് വടയൊക്കെ. പക്ഷേ ഈ തമിഴ്നാട് സൈഡായതുകൊണ്ട് അതുകൊണ്ട് തൈര് സാദമൊക്കെ അങ്ങനെ എന്താ പറയുക, പൂ പോലത്തെ തൈര് സാദം എന്ന് പറയില്ലേ അത്. സാമ്പാർ സാദം, നിങ്ങൾ സാമ്പാർ സാദം എന്നൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ചോറിൽ സാമ്പാർ ഒഴിച്ച് കുഴച്ച് മിക്സിയിലടിച്ച പോലത്തെ ഒരു രൂപമാണ്. അതൊന്നല്ല കേട്ടോ. ബിരിയാണിയൊക്കെ വേറെ പോയി നിൽക്കും. പിന്നെ കഴിച്ചാൽ വയറ് നല്ല സുഖം. ബിരിയാണി കഴിച്ചാൽ നമുക്ക് ക്ഷീണമാണ്, ട്രാവൽ ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ പറ്റും. ഇത് പക്ഷേ അങ്ങനെയൊന്നല്ല, വയറ് നല്ല സുഖമാണ് നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ. പിന്നെ റൈസില്ലേ, മറ്റേ ലെമൺ റൈസ് പോലത്തെ മസാല, അതെനിക്ക് നോർമൽ ടേസ്റ്റ് ആയിരുന്നു. അതിന് പ്രത്യേക വെറൈറ്റി ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ ഞാൻ എപ്പോഴും ലെമൺ റൈസ് മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള കാരണം കൊണ്ട് എഗ് റൈസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ തൈര് വടയും ഭാരത് എന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, നമ്മുടെ അവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ തൈര് സാദം എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. അതായത് പക്ക ഒതൻറ്റിക് അവരുടെ റെസിപ്പി ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു ടെക്സ്ചർ അത് കഴിക്കും പറയാം. പിന്നെ ബീട്രൂട്ട് തോരൻ അതൊക്കെ നോർമൽ ടേസ്റ്റ്, ചപ്പാത്തി ഉണ്ടാവും. പിന്നെ റൈസ് നമുക്ക് പൊന്നരി വേറെ തരും അവർ. പക്ഷെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ ഇതന്നെ ഇത്രയും കഴിച്ചപ്പോൾ തന്നെ നമ്മൾ വയറ് അത്യാവശ്യം, പിന്നെ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതിയല്ലോ വെച്ചിട്ട് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ സ്വീറ്റ്സ് ഐറ്റംസ് ആയിട്ട് ഇത് മലായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്വീറ്റാണ്. അതായത് പാലിൽ പഞ്ചസാരയും അതുപോലെ കുങ്കുമപ്പൂവൊക്കെ ഇട്ടിട്ട് അതിൽ പനീറാണ് അത് മലായി എന്ന് പറയണത്. പനീർ ആണ് അതിൽ സ്റ്റഫ് എന്താ പറയുക കുതിർത്ത് വെച്ചേക്കണത്. അത് നമ്മൾ കോരി കഴിക്കണം. ആ പാലിൻ്റെ മിക്സായിട്ട് ഒരു പ്രത്യേക ഫ്ലേവറായിട്ടുള്ളൊരു സ്വീറ്റ് ആണത്. പിന്നെ കാപ്പി നല്ല അടിപൊളി കാപ്പി. പിന്നെ മലായി സ്വീറ്റ് എന്ന് പറയുന്നത് രസമലായി എന്നാണ് കേട്ടോ ശരിക്കും അതിനെ പറയാം, രസമലായി എന്ന്. ഇപ്പോഴാണ് എനിക്ക് പേര് ഓർമ്മ വന്നത്. പിന്നെ കേസരി ഉണ്ടായിരുന്നു കേട്ടോ ആ മീൽസിൻ്റെ. അപ്പോൾ നമുക്ക് സ്വീറ്റായിട്ട് കേസരി തന്നിട്ടുണ്ടായിരുന്നു. കേസരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്ര ബൾക്കായിട്ട് ഉണ്ടാക്കണ കാരണം കൊണ്ടാണോ, പിന്നെ അവരത്രയും ഇതാണല്ലോ, അത് എക്സ്പേർട്ടാണല്ലോ. കേസരി എന്നൊക്കെ പറഞ്ഞാൽ തമിഴ്നാട്ടിലെ മൈസൂർ ആ ഭാഗത്തെ കേസരി അങ്ങനെ നല്ല സോഫ്റ്റാണ്, വായിലിട്ട് അങ്ങനെ അലിഞ്ഞു പോകും അതുപോലത്തെ കേസരി. പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടേണ്ട ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് മറ്റേത് ടേസ്റ്റ് ചെയ്ത് നമുക്ക് ആസ്വദിച്ച് കഴിക്കാനല്ലോ, നമ്മളെല്ലാം കൂടി ഒരുമിച്ചാണല്ലോ കഴിക്കണം. ഇവരുടെ താലി മീൽസ് അങ്ങനെ ആയതുകൊണ്ട്. പിന്നെ ബോളി, പാൽപ്പായസം ബോളിയും. പാൽപ്പായസം ബോളി എന്ന് പറഞ്ഞാൽ നമ്മൾ വഴിയോരത്തുള്ള നമ്മുടെ അവിടെയുള്ള ബോളിയും പാൽപ്പായസം ഒക്കെ കഴിച്ചിട്ടുണ്ട്. അമ്പിസാമിയുടെ ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാബുലരി ഇട്ടിട്ടുള്ള സേമിയ പായസമാണ് കേട്ടോ. പാലൊക്കെ നല്ല തിക്ക് പാലിലാണ് പാൽപ്പായസം ഉണ്ടാക്കിക്കണേ. ബോളി
പെർഫെക്റ്റ് പൊളി. പിന്നെ ഒരു അച്ചാറിൻ്റെ വീഡിയോ എടുക്കാം. കാരണം നമ്മുടെ ജ്യോതിച്ചാറില്ലേ പണ്ടത്തെ, ആ ജ്യോതിച്ചാറ് അത് സെയിം ടേസ്റ്റ്. തമിഴ്നാട്ടിൽ നിന്നാണല്ലോ ജ്യോതിച്ചാറ് വരുന്നത്. പിന്നെ മോൾക്ക് ഈ മീൽസ് ഇത് താലിയൊന്നും ഇഷ്ടമില്ലാത്ത കാരണം ആൾ പൊറോട്ടയും പനീർ കറിയും കഴിച്ചത്. മോൻ തൈര് സാധം കൂട്ടി കഴിച്ചു. പിന്നെ വൈകുന്നേരം പിന്നെ ഞങ്ങൾ നോണാക്കാമെന്ന് വിചാരിച്ചു. അമ്പലങ്ങളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഈ A2Bയുടെ തന്നെ തൊട്ടപ്പുറത്ത് KFC ഉണ്ടായിരുന്നില്ല, ആ KFCയിലേക്ക് തന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് കയറിയത്. അങ്ങനെ KFC കഴിച്ചു. പിന്നെ ബാസ്കിൻ റോബിൻസിൻ്റെ ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് ഞങ്ങൾ അന്നത്തെ ഫുഡ് അവസാനിപ്പിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.